ക്ലാസ്സിലേക്ക് സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നത്. 11-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോകുന്നു. 11-ാം അധ്യായത്തിലേക്ക് ബൈബിൾ എടുക്കുക, സ്വസ്ഥമായൊരു സ്ഥലത്തിരിക്കുക, ഒരു കടലാസും ഒരു പേനായും എടുത്ത് ഈ ക്ലാസ്സിലെ പ്രധാന ഭാഗങ്ങൾ കുറിച്ചെടുക്കുക. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും ആകാശവും ഭൂമിയും മാറിയാലും മാറാത്തതുമായ ദൈവത്തിന്റെ വചനമാണ് ഇപ്പോൾ നാം ശ്രദ്ധിക്കുന്നത്. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, വചനം പഠിക്കുവാൻ തന്ന സമയത്തിനായിട്ട് നന്ദി. എല്ലാ കേൾവിക്കാർക്കും വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ സഹകരിക്കാൻ കഴിയും. എങ്ങനെ? ഒന്ന്, നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുവാൻ കഴിയുന്നത്ര ആളുകളെ പരിചയപ്പെടുത്തുക. TV ഇല്ലാത്തവർ ചിലപ്പോൾ കാണും, കേബിൾ കണക്ഷൻ ഇല്ലാത്തവർ കാണും. അവരെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുക. ഒരു ചെറിയ നോട്ടീസ് അടിച്ച് നിങ്ങളുടെ പരിസരങ്ങളിൽ കൊടുക്കുക. സുവിശേഷ വേല ചെയ്യാൻ മനസ്സുള്ളവർക്ക് നല്ലൊരു കാര്യമാണ്. വളരെ ചെറിയ ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു ബോർഡോ എഴുതി നിങ്ങളുടെ കൊച്ചു കവലയിൽ പതിക്കുക. രാവിലെ ഡാഷ് സമയത്ത് നിങ്ങളുടെ TV-യിൽ എപ്പോൾ ഈ പ്രോഗ്രാം വരുന്നോ ആ സമയം എഴുതുക. ഇന്നയാൾ ക്ലാസ് എടുക്കുന്നു, ഇന്ന കേബിളിൽ ഇത്ര സമയത്ത് എന്ന് 10 പേരോട് പറയൂ, 100 പേരോട് പറയൂ. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് നല്ലൊരു പങ്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. രണ്ടാമത്, നിങ്ങൾക്ക് ഇതിന്റെ സാമ്പത്തിക ആവശ്യത്തിൽ സഹകരിക്കാൻ പറ്റും. ഞങ്ങൾ ആരെയും നിർബന്ധിക്കത്തില്ല. പക്ഷേ ആളുകൾ ഞങ്ങളോട് ചോദിച്ചതുകൊണ്ട് പറയുകയാണ്, നിങ്ങളെപ്പോലെയുള്ള പലരും ഈ വിഷയത്തിൽ സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തണ്ട. നിങ്ങൾക്ക് ഇതിൽ സഹകരിക്കാം. മൂന്നാമത്, വലിയ ചെലവില്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഞങ്ങൾക്ക് ഒരു കത്ത് എഴുതി അയക്കുക. പോസ്റ്റ് ബോക്സ് നമ്പർ 6 പിറവം എന്നെഴുതിയിട്ട്, ഞാൻ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്, എനിക്ക് ഇന്നിന്ന നിർദ്ദേശങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് വെച്ച് എഴുതുകയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ഫീലിംഗ് അറിയിക്കുകയോ ചെയ്യുക. കൂടാതെ നിങ്ങൾക്കിതിൻ്റെ CD ആവശ്യപ്പെടാം, കാസറ്റ് ആവശ്യപ്പെടാം. ഒരു ചെറിയ വില കൊടുത്തത് വാങ്ങിയാൽ അത് ഈ ശുശ്രൂഷയ്ക്ക് സഹായമായിരിക്കും. ഇതിൽ പങ്കെടുക്കണം, സഹകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനയമായിട്ട് അപേക്ഷിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. 10-ാം അധ്യായത്തിൽ നാം വളരെ സമയമെടുത്തല്ലോ, അതുകൊണ്ട് എല്ലാ വാക്യങ്ങളും ഇനിയും ആവർത്തിക്കുന്നില്ല. 10-ാം അധ്യായത്തിലെ ഓരോ വാക്യവും മുഴുവൻ വായിച്ചിട്ടില്ല, പക്ഷെ പൊതുവായ സന്ദേശം പറഞ്ഞു. നല്ല ഇടയനായ യേശു എന്ന സന്ദേശത്തിൽ പ്രധാനമായി 3 സന്ദേശം 10-ാം അധ്യായത്തിൽ ഞാൻ തന്നു കഴിഞ്ഞു. അതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 10-ാം അധ്യായത്തിൽ ഇനിയും കൂടുതൽ സമയം എടുക്കുന്നില്ല. പിന്നീട് യഹൂദന്മാരുടെ വിമർശനത്തിന് യേശു പറയുന്ന മറുപടിയും ഒക്കെയാണ് 10-ാം അധ്യായത്തിൽ ബാക്കിയുള്ളത്. അവനെ കല്ലെറിയാനായിട്ട് അവർ ഒരുങ്ങുന്നു. അവൻ അവരുടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. വാക്യം 39 വരുമ്പോൾ അവർ അവനെ പിന്നെയും പിടിപ്പാൻ നോക്കി, അവനും അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഇങ്ങനെ ആ അധ്യായം അവസാനിക്കുകയാണ്. 11-ാം അധ്യായം വളരെ പ്രസിദ്ധമാണ്. ലാസറിന്റെ അധ്യായം. ലാസർ, അദ്ദേഹത്തിന്റെ മരണം, ഉയർപ്പ്, മാർത്ത, മറിയ, ഇങ്ങനെ ഫേമസായ കഥാപാത്രങ്ങളാണ് യോഹന്നാൻ 11-ൽ ഉള്ളത്. ഇത് ലളിതമാണ്, സന്തോഷകരമായ ഒരു അധ്യായമാണ്. ഇത് നമുക്ക് പഠിക്കാൻ ഒരുങ്ങാം. നിങ്ങൾ സന്തോഷത്തോടുകൂടെ വേദപുസ്തകം പഠിക്കുവാൻ വന്നിരിക്കുന്നു എന്ന പ്രതീക്ഷയോടുകൂടെ മനോഹരമായ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. യോഹന്നാൻ 11-ന്റെ
1. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥേന്യയിലെ ലാസർ എന്നൊരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. നല്ല മനോഹരമായൊരു ചാപ്റ്റർ. ഒരുപാട് നല്ല ചിന്തകൾ ഇതിനകത്ത് ഉണ്ട്. പ്രാർത്ഥനയോടെ നമുക്ക് ഓരോ ഭാഗങ്ങളും ചിന്തിക്കാം. മുഴുവനും കൂടെ വായിക്കാതെ വായിച്ചത്രയും നോക്കാം. ഒന്നാമത് നമുക്ക് എന്താ കാണുന്നത്? ഒരു സ്ഥലത്തിന്റെ പേര് രണ്ട് വ്യക്തികളുടെ പേരിനോട് ചേർത്ത് പറയുന്നു. നോക്കൂ, മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാന്യ. ബഥാന്യ ഇതൊരു സങ്കല്പ ഭൂമിയല്ല, ഇതൊരു സ്ഥലമാണ്. ജെറുസലേമിലെ അവരുടെ പലസ്തീനിലെ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ പേര് ബേഥാന്യ. ബേഥാന്യ ഈ സ്ഥലത്തിന് ബൈബിളിലെ പേര് ബേഥാന്യ എന്നല്ല, മറിയയുടെയും മാർത്തയുടെയും ഗ്രാമമെന്ന ഇതിന്റെ പേര്. ബൈബിൾ ദൈവവചനമാണ്, വിശുദ്ധ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിനകത്ത് ആ സ്ഥലത്തിന്റെ പേര് മാർത്തയുടെ നഗരം, ഗ്രാമം, മറിയയുടെ ഗ്രാമം എന്നാണ്. ഇതിനകത്തൊരു സന്ദേശമില്ലേ? ഉണ്ട്. ഒരു സ്ഥലം ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവം തമ്പുരാൻ നോക്കിയിട്ട് പറയുകയാണ്, ബഥന്യ. ബഥന്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ലാസറിന്റെ സ്ഥലം, നമ്മുടെ മറിയയുടെ സ്ഥലം, നമ്മുടെ മാർത്തയുടെ സ്ഥലം. അപ്പൊ സ്വർഗത്തിലെ ദൈവം ആ സ്ഥലത്തെ പറ്റി ഓർക്കുമ്പോൾ ആ വ്യക്തികളെ ഓർക്കുന്നത്. അപ്പൊ വ്യക്തികളാൽ സ്ഥലങ്ങൾ പ്രസിദ്ധമാകുന്നു. അത് ഭൂമിയിൽ അല്ലാതെയും നടക്കുന്നുണ്ട്. കവികളുടെ പേരിൽ, പൊതുജനപ്രവർത്തകരുടെ പേരിൽ സ്ഥലങ്ങൾ അറിയപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവവും അങ്ങനെ ചെയ്യുന്നു എന്നത് നല്ലൊരു കാര്യമല്ലേ? അങ്ങനെയെങ്കിൽ ദൈവം മുൻപാകെ നമുക്ക് നമ്മുടെ സ്ഥലത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം എന്ത്? ഒന്ന്, നിങ്ങളുടെ ദേശത്തെ നിങ്ങളുടെ പേരിൽ അറിയാൻ, വിളിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പിറവം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ദൈവമക്കളുടെ പേരിൽ അറിയപ്പെടാനാണ് ഈശോ മിശിഹായുടെ താല്പര്യം. രണ്ട്, നിങ്ങൾ ഈ ദേശത്തിന്റെ കാവൽക്കാരനാണെന്ന് ബൈബിൾ പറയുന്നു. ഞാൻ നിന്നെ ദേശത്തിന്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. എസെക്കിയേൽ 1-ാം അധ്യായത്തിൽ അങ്ങനെയുണ്ട്, വേറെയും പല ഭാഗങ്ങൾ അങ്ങനെയുണ്ട്. അപ്പോൾ പേരിൽ അറിയപ്പെടുക, നിങ്ങൾ അതിന്റെ കാവൽക്കാരനാണെന്ന് പറയുന്നു. മൂന്ന്, ദേശത്ത് പാർത്ത് വിശ്വസ്തരായിരിക്കാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു. 37-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ദേശത്ത് പാർത്ത് വിശ്വസ്തരായിരിക്കണം, ദേശത്തിന്റെ കാവൽക്കാരായിരിക്കണം, ദേശം നിങ്ങളുടെ പേരിൽ അറിയപ്പെടണം. ഇനി ഒരു പടിയുടെ മുന്നോട്ട് കയറിയാൽ നിങ്ങൾ നിമിത്തം ആ ദേശം അനുഗ്രഹിക്കപ്പെടണം. ദൈവം ഒരു സ്ഥലത്തെ അനുഗ്രഹിക്കുകയാണ്. അവിടെയുള്ള ഒരു ഭക്തന്റെ കെയർ ഓഫിൽ, അവിടെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവ പൈതലിന്റെ പേരിൽ കെയർ ഓഫിൽ ആ സ്ഥലം അനുഗ്രഹിക്കപ്പെടുന്നു. ഇങ്ങനെ കുറെ നല്ല ചിന്തകൾ ഇവിടെ നമുക്കുണ്ട്. 11-1 മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ
ബെഥന്യ. ഇവിടെ നമ്മൾ നമ്മുടെ ശ്രദ്ധ കുറെ കൂടെ ഒന്ന് ഏകാഗ്രമാക്കാം. ഒരു സാഹിത്യകാരനോ ഒരു പടയാളിയോ പൊതുജന പ്രവർത്തകനോ ആരും ഇവിടെ ഇല്ല. ഇവിടെ ഈ സ്ഥലം അറിയപ്പെട്ടത് രണ്ട് സ്ത്രീകളുടെ പേരിലാണ്. എന്താണ് ഈ സ്ത്രീകളുടെ പ്രത്യേകത? ഈ സ്ത്രീകളുടെ പ്രത്യേകത അവരൊരു കവിത പോലും എഴുതിയിട്ടില്ല, അവരാരും ഒരു പ്രസംഗവും ചെയ്തിട്ടില്ല. അവർ പിന്നെ എന്നാ ചെയ്തേ? ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അവരെന്താ ചെയ്തതെന്ന്. ബൈബിൾ ക്ലാസ് ആണല്ലോ. നിങ്ങൾ എന്നോടൊപ്പം വരുമെങ്കിൽ ഈ സ്ത്രീകൾ പ്രസിദ്ധരായത് എങ്ങനെ? ഒന്ന്, ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. ഈ പുസ്തകം എഴുതുന്നതിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നു. എന്താണെന്നറിയാമോ ആ സംഭവം? കാണിച്ചു തരാം. 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യേശു ബഥാനിയിലേക്ക് വീണ്ടും വന്നു. അവിടെ ലാസറിന്റെ വീട്ടിൽ തന്നെ വന്നു. ഈ വീട്ടിൽ തന്നെ വന്നു. അവിടെ അവർ അവന് വേണ്ടി ഒരു ഡിന്നർ തയ്യാറാക്കി. നമ്മുടെ ഭാഷയിൽ ഞാൻ വായിക്കാം. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസർ പന്തിയിലിരുന്നു. മറിയ വിലയേറിയ തൈലം കൊണ്ടുവന്ന് യേശുവിന്റെ കാലിൽ പൂശി. പുസ്തകം എഴുതിയപ്പോൾ വാക്യം ശ്രദ്ധിക്കൂ. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തലമുടി കൊണ്ട് തുടച്ചത്. അപ്പൊ മറിയ ഫേമസ് ആയത് എങ്ങനെ? തൈലം പൂശലിലൂടെ. മാർത്ത ഫേമസ് ആയത് എങ്ങനെ? ശുശ്രൂഷയിലൂടെ. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസർ ഫേമസ് ആയത് എങ്ങനെ? ഉയർത്തെഴുന്നേൽപ്പിലൂടെ. നല്ല ഒരുപാട് പാഠങ്ങൾ നമുക്കിവിടെ പഠിക്കാം. ഒന്നും അഭിനയിക്കണ്ട, ഒന്നും വെച്ച് കെട്ടണ്ട, ഉള്ളത് ചെയ്താൽ മതി. എപ്പോഴും ഒറിജിനൽ എന്തുണ്ടോ അത് ചെയ്യുക. അതിനാണ് വില. മാർത്ത മറിയെ പോലെയാകാനോ മറിയ മാർത്തെ പോലെയാകാനോ ശ്രമിക്കണ്ട. ലാസർ ഇവരിൽ ആരെ പോലെയും ആകാൻ ശ്രമിക്കണ്ട. ഇവിടെ നമ്മുടെ ദൃഷ്ടിയിൽ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ സ്പിരിച്വലി ക്വാളിറ്റിയുള്ള നല്ല നിലവാരം പുലർത്തുന്ന വ്യക്തി മറിയാണ്. മാർത്ത അത്രയും ശ്രദ്ധ പിടിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. അവൾ വേറൊരു കാര്യം ചെയ്യുന്നു. എന്നാൽ ലാസർ ഇത് രണ്ടും ചെയ്തില്ല. അവൻ പന്തിയിൽ യേശുവിന്റെ കൂടെ ഇരുന്നതേ ഉള്ളൂ. എന്നാൽ ഇവരെല്ലാം വിലപ്പെട്ടവരാണ്, പ്രധാനപ്പെട്ടവരാണ്. ഈ സ്ഥലം ഇവരുടെ പേരിലാണ് യേശു അറിയുന്നത്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളെ ഏൽപ്പിച്ചത് ചെയ്താൽ മതി, നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നിന്നാൽ മതി. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. നമുക്ക് പുസ്തകത്തിലേക്ക് വരാം. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥനിയിലെ ലാസർ എന്നൊരുത്തൻ ദീനമായി കിടന്നു. എന്താണ് ഈ കുടുംബത്തിന്റെ പ്രത്യേകത? ഈ കുടുംബത്തിന് ചില പ്രത്യേകതകളുണ്ട്. യേശുവിനെ വളരെ സ്നേഹമുള്ള വീട്, യേശുവിനെ വളരെ സ്നേഹിക്കുന്ന വീട്, യേശു കൂടെ കൂടെ വരുന്ന വീട്, യേശു ഭക്ഷണം കഴിക്കുന്ന വീട്, യേശു താമസിച്ചിട്ടുള്ള വീട്, എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആഴത്തിൽ പറയട്ടെ. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ലാസറിന്റെ ഉയർപ്പിന്റെ ചരിത്രം എഴുതാനായിട്ട് എഴുത്തുകാരൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി എഴുതുന്ന കാര്യം ഇതാണ്: ആ മറിയായിരുന്നു യേശുവിനെ തൈലം പൂശിയത്.
വർഷങ്ങൾക്ക് മുമ്പ് അവൾ ചെയ്ത ആ കാര്യം പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു. അവിടെ നിന്നേ ആളുകളിൽ ചിലർ പറഞ്ഞു, അത് വേസ്റ്റ് ഓഫ് മണി, വേസ്റ്റ് ഓഫ് ടൈം, പണവും സമയവും വെറുതെ കളയുന്ന പരിപാടിയല്ലേ, വേണ്ട, അങ്ങനെ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അവളുടെ ഹൃദയത്തിൽ ആ സ്നേഹമനുസരിച്ച് അവൾ അത് ചെയ്തു. നിനക്ക് ചെയ്യാൻ കഴിയുന്നത് യേശുവിന് വേണ്ടി ചെയ്തുകൊള്ളുക. ആരും അത് നോട്ട് ചെയ്തില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം അത് നോട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഒരു സന്ദേശം ഇവിടെ വരുന്നില്ലേ? മറിയയുടെ ഇപ്പോഴത്തെ ഐഡന്റിറ്റി എന്താണ്? എനിക്കൊരു മനുഷ്യനെ അറിയാം, പേര് ഞാൻ പൊതുവിൽ പറയുന്നില്ല. അദ്ദേഹത്തെ ഗവൺമെന്റ് ഓഫീസിൽ അന്വേഷിച്ചു ചെല്ലുമ്പോൾ ഒരു പേര് ഞാൻ സങ്കല്പിച്ച് പറയുകയാണ്, മർക്കോസാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചില ആളുകൾ ചോദിക്കും, കൈക്കൂലി വാങ്ങുന്ന മർക്കോസാറാണോ കൈക്കൂലി വാങ്ങാത്ത മർക്കോസാറിനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്താ കാര്യം? അവിടെ 2 പേരുണ്ട് ഒരേ പേരിലുള്ളത്. ഒരാൾ കൈക്കൂലി വാങ്ങുന്നയാളാണ്, മറ്റേ ആൾ കൈക്കൂലി വാങ്ങാത്തയാളാണ്. കണ്ടോ, പേര് വന്നത് കണ്ടോ? കൈക്കൂലി വാങ്ങാത്ത ഒരു മനുഷ്യൻ അവിടെ വന്നതുകൊണ്ടാണ് മറ്റേ ആൾക്ക് അങ്ങനെ പേര് വന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും ഒക്കെ ചിരിച്ച് വാങ്ങുകയാണെങ്കിൽ അതൊരു പ്രത്യേകിച്ച് അറിയപ്പെടത്തില്ല. നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണ്? നിങ്ങളുടെ പ്രത്യേകത നാളെ മരണശേഷം മനുഷ്യരെന്തു പറയും? ആ നുണ പറയുന്ന മനുഷ്യൻ, ആ വ്യവസ്ഥയില്ലാത്ത മനുഷ്യൻ, ആ പരദൂഷണം പറയുന്ന മനുഷ്യൻ, ആ പൊങ്ങച്ചക്കാരൻ, ആ വിടുവായൻ. അയാളൊരു മരിക്കുമ്പോൾ ആളുകൾ പറയും നല്ലതായിരുന്നു എന്നൊക്കെ. അതല്ല എന്റെ ചോദ്യം. എല്ലാവർക്കും ഓരോ പേരുണ്ട്. മറിയയ്ക്ക് ഒരു പേരുണ്ട്. എന്താണെന്നറിയാമോ? തൈലം പൂശിയവൾ. എന്താണ് തൈലം? തൈലം എന്ന് പറഞ്ഞാൽ ആ പരിസരത്തുള്ളവർക്ക് എല്ലാം നല്ലതല്ലേ, പെർഫ്യൂം അല്ലേ, സുഗന്ധം പരത്തിയവളെന്നാണ് അവളുടെ പേര്. സുഹൃത്തെ, ഒരു പേര് സമ്പാദിച്ചുകൊള്ളുക. ആ ചുമ്മാ നോടെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ഒരു സ്ത്രീയില്ലേ എന്ന് ചിലരെ കുറിച്ച് പറയുന്നില്ലേ? ആ വ്യവസ്ഥയില്ലാത്ത ആ ഡാഷ് പറയുന്നില്ലേ? മാറ്റാൻ പറ്റൂല എന്ന് എല്ലാവരെ കുറിച്ചും പറയുന്നില്ലല്ലോ. ഒരു നല്ല പേരെ സമ്പാദിച്ചോളൂ. എന്താണ് മറിയയുടെ ഐഡന്റിറ്റി? തിരിച്ചറിയൽ കാർഡ്, പാസ്പോർട്ട്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഇതിലൊക്കെ ഓരോന്നൊക്കെ കാണും തിരിച്ചറിയല്. സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ചില മാർക്കുകൾ കാണും. അല്ല, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ, നിങ്ങളുടെ ആളത്വത്തിൽ, ശരീരത്തിലല്ല, നിങ്ങളുടെ ആളത്വത്തിൽ നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. നോക്കൂ, മറിയയുടെ ഐഡന്റിറ്റി കണ്ടോ? യേശുവിന്റെ തൈലം പൂശിയവൾ. വില കൂടിയ പെർഫ്യൂം മേടിച്ചിട്ട് യേശുവിന്റെ കാലിലം ഒഴിച്ചു. ആ പരിസരത്തുള്ളവർക്കെല്ലാം സൗജന്യമായിട്ടൊരു നല്ല സ്മെല്ല് കിട്ടി. നിങ്ങൾക്കൊരു ജീവിതമേ ഉള്ളൂ. നല്ല സ്മെല്ല് നിങ്ങളുടെ നാടിന് കൊടുക്കാൻ ശ്രമിക്കുക. ഒരു സുഗന്ധം കൊടുക്കുന്ന ജീവിതം. ആളുകൾ നിങ്ങളെക്കുറിച്ച് ഇടയ്ക്ക് വല്ലതുമൊക്കെ ഇച്ചിരി വഴക്കും അഭിപ്രായ വ്യത്യാസമൊക്കെ എല്ലാവർക്കും ഈ ഭൂമിയിലുണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റി അത് നിലനിൽക്കും. അല്പ പണനഷ്ടം വന്നാലും ക്വാളിറ്റി കളയരുത്. അല്പഛേദം വന്നാലും ചില സമയത്ത് ചിലർ നമ്മളെ മണ്ടനാണ്, പൊട്ടനാണ് എന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആളുകൾ പറയും, അങ്ങനെയല്ല, ആ മനുഷ്യൻ ക്വാളിറ്റി ഉള്ളവനായിരുന്നു. എന്താണ് മറിയയുടെ ഐഡന്റിറ്റി? മറിയയുടെ ഐഡന്റിറ്റി യേശുവിന് തൈലം പൂശി. തൈലം എവിടെ പൂശിയാലും നല്ലതാണ്, ആർക്ക് പൂശിയാലും നല്ലതാണ്. തൈലം വേണം, നല്ല സ്മെല്ലല്ലേ. എന്തോരം ദുർഗന്ധമാണ് നമ്മുടെ രാജ്യത്ത്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലൂടെ നമ്മളൊരു വണ്ടിയിൽ യാത്ര ചെയ്താൽ എത്രയോ പ്രാവശ്യം നമ്മൾ മൂക്ക് പൊത്തിപ്പിടിക്കേണ്ടി വരും. തൃശ്ശൂർ പട്ടണത്തിലേക്ക് അങ്ങോട്ട് അടുക്കുമ്പോൾ അവിടെയുള്ള ഹൈവേയിൽ എത്രയോ സ്ഥലങ്ങളിലാണ് താങ്ങാനാവാത്ത ദുർഗന്ധം. എല്ലായിടത്തും ഉണ്ട്. സ്ഥലം എടുത്തു പറഞ്ഞാൽ ആളുകൾക്ക് വിഷമം വരും, പറയുന്നില്ല. എവിടെയെങ്കിലും ഒരു നല്ല മണമുണ്ടോ? പോട്ടെ, ആ മണമല്ല ഞാൻ പറയുന്നത്. നല്ല സ്വഭാവം നല്ല ഗന്ധം പരത്തും.
നല്ല സംഭാഷണം നല്ല ഗന്ധം പരത്തും. നല്ല ബിഹേവിയർ, നല്ല പെരുമാറ്റം നല്ല സ്മെല്ലുണ്ടാക്കും. നല്ല പേർ സുഗന്ധ തൈലത്തെക്കാൾ നല്ലതെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നല്ല പേര് സുഗന്ധ തൈലത്തെക്കാൾ നല്ലതെന്ന് ബൈബിളിലുണ്ട്. ഈ ചിന്ത ആ വഴിക്ക് പോവുകയാണിന്ന്. മറിയയ്ക്കൊരു നല്ല പേരുണ്ടായിരുന്നു. അതുതന്നെയാണ് അവളുടെ തൈലം, സുഗന്ധം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ദേശത്തിൽ, നമ്മുടെ ഫെലോഷിപ്പിൽ നമുക്കൊരു നല്ല സ്മെല്ല് കൊടുക്കാൻ പറ്റട്ടെ. നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരാണോ അത് നിങ്ങൾ ചെല്ലുന്നിടത്ത് അത് ബാധിക്കും. ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ചില സ്മെല്ലുണ്ടല്ലേ? ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു സാന്നിധ്യമാണോ നിങ്ങളുടേത്? നമുക്കതൊന്ന് കറക്റ്റ് ചെയ്യാൻ പ്രിയപ്പെട്ടവരെ. ഞാൻ അങ്ങനെയാണ് എന്ന് പറയാതെ എന്തുകൊണ്ട് ആളുകൾ എന്നിൽ നിന്ന് അകലുന്നു? എന്തോ ദുർഗന്ധമുള്ളത് കൊണ്ടാണ്. നമുക്ക് നല്ല സുഗന്ധം പരത്തുന്ന ഒരു ജീവിതത്തിന് വേണ്ടി ട്രൈ ചെയ്യാം. 60-ാമത്തെ വയസ്സിലും നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. 84-ാമത്തെ വയസ്സിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം മാറ്റാം. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അകലുകയാണോ? നിങ്ങൾ കൂടുതൽ ആളുകളോട് ശത്രുതയും പിണക്കവുമാണോ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്? വാർദ്ധക്യത്തോട് അടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ആളുകളിൽ നിന്നും വിരോധവും പിണക്കവുമാണോ സമ്പാദിക്കുന്നത്? സ്നേഹിതരെ കൂട്ടുന്നോ കുറയ്ക്കുന്നോ നിങ്ങൾ? യേശു എന്തു പറഞ്ഞു? സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. അതിന്റെ അർത്ഥം ശത്രുക്കളെ കുറയ്ക്കുവീൻ, യുദ്ധം അവസാനിപ്പിക്കുവീൻ. സ്നേഹിതരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. സുഗന്ധം എപ്പോഴും സ്നേഹിതരെ ഉണ്ടാക്കും. സുഗന്ധമുള്ളിടത്ത് ആളുകൾ ഇങ്ങനെ നിൽക്കും. അത് ശരീരത്തിനും മനസ്സിനൊക്കെ സുഖമാണ്. ദുർഗന്ധമുള്ളിടത്ത് ആളുകൾ സ്റ്റാൻഡ് വിടും. ആരാണ് മറിയ? എന്താണ് മറിയയുടെ ഐഡന്റിറ്റി? തൈലം പൂശിയവൾ. ആർക്ക്? യേശുവിന്. ശത്രുവിന് പോലും തൈലം പൂശിയാൽ അവൻ കീഴടങ്ങും. യേശുവിന് തൈലം പൂശിയവൾ. ഓ, അവൾ ആരാണ്? നമ്മളൊക്കെ യേശുവിന്റെ പേര് പറയുന്നവരും യേശുവിനെ ബഹുമാനിക്കുന്നവരും അല്ലേ? ഇന്ന് യേശുവിന്റെ ശരീരത്തിൽ തൈലം പൂശാൻ എന്താ പാസ്റ്ററെ മാർഗം? സിമ്പിളായ മാർഗം പറഞ്ഞുതരാം. യേശുവിന്റെ ശരീരം ഇന്നിവിടെ ഉണ്ട്. അവന്റെ സഭയാണ്. സഭയിലെ അംഗങ്ങൾക്ക് നല്ല സ്മെല്ല് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ മറിയയാണ്. ആത്മീയ കാര്യങ്ങൾ ആത്മീയമായി പഠിക്കണം. നിങ്ങൾക്ക് ഈ സ്മെല്ല് കൊടുക്കണേ സുഹൃത്തെ, നഷ്ടം വരും. ദുർഗന്ധം കൊടുക്കാൻ നഷ്ടമൊന്നുമില്ല. ആളുകൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കി ആളുകളെ അകറ്റിവിടാൻ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. എന്നാൽ സുഗന്ധമുണ്ടാക്കി ആളുകളെ അടുപ്പിക്കാൻ നിങ്ങൾക്ക് ചെലവ് വരും. യൂദ എന്നൊരു മനുഷ്യൻ ചോദിക്കുന്നു, ഈ തൈലം ഉണ്ടല്ലോ, ഈ തൈലം ശ്രദ്ധിച്ചു കേൾക്കാമോ? ഇന്നത്തെ ക്ലാസ് തീരുകയാണെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ തൈലം പൂശിയപ്പോൾ ഒരാൾ പറയുകയാണ്, ഇത് വളരെ കോസ്റ്റ്ലി ആണല്ലോ, 12:5. ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാത്തത് എന്ത്? അപ്പൊ ഇത് വില കൂടിയതാ. അപ്പോൾ നല്ല സ്മെല്ല് കൊടുക്കണോ? നല്ല ചെലവുണ്ട്. എന്താ ചെലവ്? നമ്മുടെ ദുരഭിമാനം ചിലപ്പോൾ ഉടഞ്ഞെന്ന് വരും. നമ്മുടെ കടുംപിടുത്തങ്ങളൊക്കെ ചിലപ്പോൾ വിടേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ മണ്ടനാകേണ്ടി വരും. ചില സ്ഥലത്ത് നമ്മൾ തോറ്റതുപോലെ തോന്നും. പക്ഷെ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് സുഗന്ധമാകണം എന്ന ഒരു പാഠം മറിയ നമ്മളെ പഠിപ്പിക്കുന്നു. മറിയ മരിച്ചിട്ട് കൊല്ലം എത്രയായി? 2000 വർഷത്തിന് ശേഷം ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ ടെലിവിഷനിലൂടെ കാണുകയാണ്, മറിയ അന്ന് സുഗന്ധം പരത്തി. ഒന്നെങ്കിൽ നിങ്ങൾ ദുർഗന്ധം പരത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സുഗന്ധം പരത്തുന്നുണ്ട്. ഒരു നല്ല ഗാനം ഇങ്ങനെയുണ്ട്, പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റണമേ എന്നൊരു നല്ല പാട്ടുണ്ട്. അതെ പ്രിയപ്പെട്ടവരെ, നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പ്രതികൂലത്തിന്റെ മുൻപിലും പരിഹാസത്തിന്റെ